രണ്ട് രീതിയിൽ നമ്മളതിനെ കാണണ്ടേ. ഒന്ന്, നമ്മുടെ അടുത്ത് പുതിയ പേഷ്യൻ്റ് വരുന്നതേ ഇല്ല. നമ്മുടെ അടുത്തേക്കുള്ള ലൊക്കേഷൻസ് അല്ലെങ്കിൽ ഓൺലൈനിൽ നമ്മുടെ വർക്കിംഗ് അവേഴ്സ് നമ്മൾ പേഷ്യൻറ്റിന് ആക്സസിബിൾ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് അവൈലബിൾ ആണോ. നമുക്കൊരു ഓൺലൈൻ ആക്സസ് ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ പേഷ്യൻറ്റിൻ്റെ വാക്കിൻ കുറയുന്നതായിട്ട് കാണാറുണ്ട്. അതിന് ഓൺലൈൻ ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ലൈക്ക് നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആവേണ്ടത്, നമുക്ക് വരുന്ന പേഷ്യൻറ്റ് നമ്മുടെ അടുത്ത് വീണ്ടും തിരിച്ചു വരുന്നില്ലെങ്കിൽ പ്രധാനമായിട്ടും ഒന്ന്, നമ്മുടെ ക്ലിനിക്കിൽ എത്തുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് അവരിൽ ഹാപ്പിയല്ല. അത് ചിലപ്പോൾ നമ്മുടെ ക്ലിനിക്കിൻ്റെ ഇൻറ്റീരിയർ ആവാം, മറ്റ് ഫെസിലിറ്റികളാവാം, ഇൻഫ്രാസ്ട്രക്ചർ ആവാം, അല്ലെങ്കിൽ പാർക്കിംഗ് വരെ അതിനൊരു കാരണമാവാം. പിന്നെ രണ്ടാമത്തെ ഒരു റീസൺ നമുക്ക് അവിടെ വരുമ്പോൾ നമ്മുടെ ഇൻഹ്യൂമൻ എക്സ്പീരിയൻസ്, നമ്മുടെ ക്ലിനിക്കിലുള്ള സ്റ്റാഫിൻ്റെ അടുത്തുനിന്ന് നമ്മുടെ അടുത്തു നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നൊരു കെയറിൽ അവർ ഹാപ്പിയല്ല. ഈ രണ്ട് റീസൺ കൊണ്ട് നമുക്ക് ക്ലിനിക്കിൽ പുതിയ പേഷ്യൻ്റ് വരാതിരിക്കുകയും ഒരു പ്രാവശ്യം വന്ന പേഷ്യൻ്റ് വരാതിരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്.